അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്തൊരു പ്രോബ്ലം, ഒരു പാറ്റേൺ തന്നിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 5 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് പാറ്റേൺ പോയിരിക്കുന്നത്. ഇങ്ങനൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത 2 ലൈനുകൾ എഴുതുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം അടുത്ത 2 ലൈനുകൾ എഴുതാം. അപ്പൊ 9 ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത 2 ലൈനുകൾ എഴുതുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ആയിട്ട് ആ 2 ലൈനുകൾ അതിന്റെ ഒപ്പം തന്നെ എഴുതുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചോദിക്കല്ലോ, അതിന്റെ അകത്ത് തന്നെ ഒന്ന് എഴുതി നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു പാറ്റേൺ കിട്ടുള്ളൂ. സോ ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ 30ാമത്തെ വരിയിൽ എത്ര ടേമുകൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30ാമത്തെ വരിയിൽ നോക്കിയേ, 1ാമത്തെ വരിയിൽ ഒരാള്, 2ാമത്തെ വരിയിൽ 3 പേര്, 3ാമത്തെ വരിയിൽ 5 പേര്, 4ാമത്തെ വരിയിൽ 7 പേര്. സോ ഇത് പോകുന്നത് 1, 3, 5, 7 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോ ഇതിന്റെ 30ാമത്തെ വരിയിൽ എത്ര പേരുണ്ടെന്ന് കാണാൻ വേണ്ടി ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എത്രാമത്തെ ടേം കണ്ടുപിടിച്ചാൽ മതി? 30ാമത്തെ ടേം കണ്ടുപിടിച്ചാൽ മതി. സോ x30 കണ്ടുപിടിക്കുക. x30 ഇക്വേഷൻ എന്താ? f + 29d. അങ്ങനെ f ആരായിരുന്നു? 1 + 29 d ആരാ? 3 - 1, 3 - 1 2. സോ 29 × 2 58, 58 1 59. സോ 30ാമത്തെ വരിയിൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 30ാമത്തെ വരിയിൽ എത്ര ടേം ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30ാമത്തെ വരിയിൽ എത്ര ടേമുകൾ ഉണ്ടാവും? 59 ടേമുകൾ ഉണ്ടാവും. ഇതിന്റെ സി പാർട്ട് ക്വസ്റ്റ്യൻ, 30ാമത്തെ വരിയിലെ അവസാനത്തെ ആളാരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30ാമത്തെ വരിയിലെ അവസാനത്തെ ആളാരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, 1ന്റെ സ്ക്വയർ 1. ഇത് 2ാമത്തെ വരിയാണ്, 2ന്റെ സ്ക്വയർ 4. ഇത് 3ാമത്തെ വരിയാണ്, 3ന്റെ സ്ക്വയർ 9. ഇത് 4ാമത്തെ വരിയാണ്, 4ന്റെ സ്ക്വയർ 16. ഇത് 5ാമത്തെ വരിയാണ്, 5ന്റെ സ്ക്വയർ 25. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ വരിയിൽ അവസാനത്തെ ആൾ ആരായിരിക്കും? 30ന്റെ സ്ക്വയർ ആയ 900 ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 30ാമത്തെ വരിയിലെ ആദ്യത്തെ ആൾ ആരാണെന്നാണ്. 30ാമത്തെ വരിയിലെ ആദ്യത്തെ ആൾ ആരാണെന്നാണ്. സോ 30ാമത്തെ വരിയിലെ ആദ്യത്തെ ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ 20ാമത്തെ വരിയുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. 20ാമത്തെ വരിയുടെ സ്ക്വയറിന്റെ കൂടെ ആരെ കൂട്ടിയാൽ മതി? 1നെ കൂട്ടിയാൽ മതി. 29ാമത്തെ വരിയിലെ അവസാനത്തെ ആൾ ആരായിരിക്കും? 29ന്റെ സ്ക്വയർ ആയിരിക്കും. ആ 29ന്റെ സ്ക്വയർ 841 ആണ്. സോ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 കൂട്ടുക. അപ്പൊ എത്രയായിരിക്കും? 842. ഇതിന്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 1 മുതൽ 30 വരെയുള്ള എല്ലാ സംഖ്യകളിലെയും കൂടി സം കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ 1 + 2 + 3 + 4 + etc. എവിടം വരെ? 30ാമത്തെ വരെയുടെ അവസാനം എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + etc. ആരാണ്? 900 വരെയുള്ളവരുടെ സം കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഇത് സം ഓഫ് നാച്ചുറൽ നമ്പർ അല്ലേ? സം ഓഫ് നാച്ചുറൽ നമ്പർ ഇക്വേഷൻ എന്തായിരുന്നു? n × n + 1 / 2. n എത്രയാണ്? 900. സോ 900 × 901 / 2. സോ വെട്ടിപ്പോകുന്നു. വെട്ടിപ്പോകുമ്പോൾ 450 വരും. സോ ഗുണിക്കുക. 450 × 901 ഗുണിച്ചു നോക്കുക. എത്രയാണോ അത്രയായിരിക്കും ഇതിന്റെ ആൻസർ. അപ്പോ അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മളിപ്പോ 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാറ്റേണിന്റെ ക്വസ്റ്റ്യനും നേരത്തെ ക്വസ്റ്റ്യൻ.